നമസ്കാരം. തനിക്കെതിരെ വിമർശനം ഉന്നയിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുമെന്നും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും വെള്ളാപ്പള്ളിക്ക് മറുപടിയായി സതീശൻ പറഞ്ഞു. വെള്ളാപ്പള്ളി ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. തിളക്കമാർന്ന ഭൂരിപക്ഷത്തിൽ UDFനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും അദ്ദേഹം പറയുന്നതിന് മറുപടി പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ദേശീയ തലത്തിൽ ഒരു സമീപനമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ആരെയും മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാറില്ല. കേരളത്തിൽ UDFനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വവും കോൺഗ്രസ് UDF പ്രവർത്തകരും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. കോൺഗ്രസ് ആണ് UDFനെ നയിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. വെള്ളാപ്പള്ളി അദ്ദേഹം ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത്? മലപ്പുറത്തെ മുസ്ലിങ്ങളെയും പാലായിലെ ക്രിസ്ത്യാനികളെയും അദ്ദേഹം അധിക്ഷേപിച്ചു. എന്നിട്ടും പിറ്റേയാഴ്ച അദ്ദേഹം ഗുരുദേവന്റെ പതിപ്പാണെന്ന് പറഞ്ഞത് ആരാണ്? ഗുരുദേവൻ അങ്ങനെയായിരുന്നു. ദയവ് ചെയ്ത് ശ്രീനാരായണ ഗുരുദേവനെ അപമാനിക്കരുത്. ഇന്ന് ചതയ ദിനം കൂടിയാണ്. ഞാൻ വെള്ളാപ്പള്ളിയുമായി വഴക്കിടാൻ പോയിട്ടില്ല. ഗുരു എന്താണോ പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും എൻ്റെ പരാതി അതുതന്നെയാണ്. SNDPയുടെ പരിപാടികളിൽ പങ്കെടുക്കും. ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാപിതമായ SNDP വലിയൊരു പ്രസ്ഥാനമാണ്. ഞാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന ശ്രീനാരായണീയനാണ്. എല്ലായിടത്തും ഞാൻ പോകും. അവിടെ ആരിയ്ക്കുന്നു എന്നത് പ്രശ്നമല്ലെന്നും സതീശൻ പറഞ്ഞു. അതേസമയം KPCCയുടെ ഔദ്യോഗിക എക്സ് പേജിലെ ബീഹാർ BD വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് സതീശൻ ഒഴിഞ്ഞുമാറി. ഡിജിറ്റൽ മീഡിയയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ പ്രതികരിച്ചു. ഡിജിറ്റൽ മീഡിയയുമായി യാതൊരു ബന്ധവുമില്ലെന്നും അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ പ്രവർത്തിക്കുന്നതായി അറിയില്ലെന്നും സതീശൻ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സൽ നടത്തുകയാണെന്നായിരുന്നു വെള്ളാപ്പള്ളി പരിഹസിച്ചത്. എല്ലാത്തിനോടും എതിർപ്പ് പ്രകടിപ്പിച്ച എല്ലാത്തിനും ഉപരിയാണ് താനെന്ന് ഭാവിക്കുന്നതാണ് സതീശനെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴേ മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സലാണ് സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡുള്ള സമീപനവും സംസാരവും സതീശനിൽ നിന്ന് കാണുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. ലീഗും കേരള കോൺഗ്രസും ഒപ്പമുള്ളിടത്തോളം കാലം UDFന് ഒരു അഭിപ്രായം പറയാൻ സാധിക്കില്ല. UDFനെ നയിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ ഈ വിമർശനത്തിനാണ് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞത്. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി സംസാരിച്ചത്. ആഗോള അയ്യപ്പ സംഗമം ഒരു അത്ഭുതമായി മാറുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. അയ്യപ്പന്റെ ശക്തി രാജ്യത്ത് എല്ലായിടത്തുമുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമുള്ളവരെ സംഘടിപ്പിച്ച് ഒരു സംഘം നടത്തുക എന്നത് വലിയൊരു അത്ഭുതമാണ്. ശബരിമലയുടെ പ്രസക്തി ലോകത്തിന്റെ നെറുകയിലെത്താൻ പോവുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു.